السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: يا معشر الشباب، من استطاع منكم الباءة فليتزوج، فإنه أغض للبصر وأحسن للفرج، ومن لم يستطع فعليه بالصوم فإنه له وجاء. ഏറ്റവും ആദരണീയരായ സാദാത്തുമാരെ, പണ്ഡിതന്മാരെ, ബഹുവന്യരായ കെ സാലി തങ്ങൾ, സയ്യിദ് ഹാജി തങ്ങൾ മുഗ്രാൽ, അബ്ദുൽ മജീദ് ബാക്കവി, സിറാജുദ്ദീൻ ഫൈസി, അബ്ദുൽ മജീദ് ദാരിമി, അബുൽ അക്രം മുഹമ്മദ് കുഞ്ഞി ബാക്കവി, AKM അഷ്റഫ് മഞ്ചേശ്വരം MLA, TA മൂസ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭരായ നേതാക്കളെ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ഉമറാക്കളെ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സെഷൻ ഇവിടെ നടത്തപ്പെടുന്നത്. ഈ മഹല്ല് കൂട്ടായ്മയുടെ അതിൻ്റെ നടത്തിപ്പുകാരായ മഹല്ല് ഭാരവാഹികളും പണ്ഡിതന്മാരും നേതാക്കളുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആദ്യം നമ്മൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ കുടുംബങ്ങളിലും ഈ സന്ദേശം എത്തിച്ച് പരിശുദ്ധമായ ദീൻ അംഗീകരിക്കുന്ന വിധത്തിലുള്ള കുടുംബജീവിതം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അവരുടെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞു, പലപ്പോഴും പല വിഷയങ്ങളുമായി വരുമ്പോൾ ഒരു ഖാദി എന്ന നിലക്ക്, വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ട ആൾ എന്ന നിലക്ക് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ. അവർക്കത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. പലപ്പോഴും നമ്മുടെ പുതിയ നിയമങ്ങൾ, കോടതി വിധികളൊക്കെ ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇന്ന് മാറിയിട്ടുള്ള സാഹചര്യത്തിൽ ഒരു മുഅ്മിനായി ജീവിക്കുന്ന മനുഷ്യൻ, മുഅ്മിനായി ജീവിച്ച് മരിക്കണമെന്ന് ആശിക്കുന്ന മനുഷ്യന്മാർ, അവർ ഇത്തരത്തിലുള്ള വിഷയത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് വളരെ ഉണർന്ന് ചിന്തിക്കേണ്ടുന്ന അവസ്ഥയാണ്. തലാഖ്, ഫസ്ഖ്, ഖുൽഅ് ഇങ്ങനെ തുടങ്ങി ഇസ്ലാം അംഗീകരിച്ച വിവാഹബന്ധം വേർപെടുത്താൻ ഇസ്ലാം അംഗീകരിച്ച ചില മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളുടെ ഗുണമേന്മയും അതിൻ്റെ യുക്തിഭദ്രതയും അതിൻ്റെ പ്രയോഗവൽക്കരണവും ശരിയായ രൂപത്തിൽ ബോധ്യപ്പെടണമെങ്കിൽ എന്താണ് നിക്കാഹ്, എന്തിനാണ് നിക്കാഹ്,
ഈ നിക്കാഹിൻ്റെ മഹത്വം എന്താണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. തോന്നുമ്പോൾ ഒരുമിച്ച് കൂടുക, തോന്നുമ്പോൾ പിരിഞ്ഞു പോവുക, അതിനിടക്ക് ആയതൊക്കെ ആയി എന്ന അവസ്ഥയല്ല ഒരിക്കലും തന്നെ ഈ നിക്കാഹിലൂടെ പരിശുദ്ധ ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൻ്റെ വിവിധങ്ങളായ ആയാത്തുകളിൽ ഈ യാഥാർത്ഥ്യം സമർത്ഥിച്ചുകൊണ്ട് എന്താണ് നിക്കാഹെന്നും ഇണകളായി ജീവിക്കുന്നതിൻ്റെ ആവശ്യമെന്താണെന്നും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്നുമൊക്കെ വളരെ കൃത്യമായി വിശദീകരിക്കുകയും ഈ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ അയിമ്മത്ത്, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ നിക്കാഹിൻ്റെ മഖാസിദും അതിൻ്റെ ഹിക്മത്തും അത് നിലനിർത്തേണ്ടുന്ന ആവശ്യകതയും അതിലൂടെ രണ്ട് ജീവിതവും സാധ്യമാക്കുന്നത് എങ്ങനെയാണ് എന്ന അത്ഭുതകരമായ പരിശുദ്ധ ഖുർആനിൻ്റെ വീക്ഷണവും മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഈ നിക്കാഹിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വികാരം, മനുഷ്യന്മാരിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള നമ്മുടെ ശഹ്വത്ത്, ഈ ലൈംഗികമായ ആ ഒരു ത്വര, ഒരാഗ്രഹം, ഈ ഒരു ആഗ്രഹത്തിലൂടെ അള്ളാഹു രണ്ട് ജീവിതത്തെയാണ് സാധ്യമാക്കുന്നത് എന്നാണ് ഇമാം ഗസാലി തങ്ങൾ സമർത്ഥിക്കുന്നത്. ഈ ഒരു വികാരത്തെ ശമിപ്പിക്കുക എന്നതല്ല അടിസ്ഥാനപരമായി നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതവും പാരത്രിക ജീവിതവും പരിപൂർണമാക്കുക, സാധ്യമാക്കുക, അതിലേക്ക് മനുഷ്യനെ പ്രചോദിപ്പിക്കുക എന്നതാണ് അതിൻ്റെ പ്രധാനമായ ലക്ഷ്യം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ എന്ന്. ഈ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു. ലിതസ്കുനൂ ഇലൈഹാ, ആ ഇണകളിലൂടെ നിങ്ങൾക്കൊരു സക്കീനത്ത്, ഒരു സമാധാനം, സംതൃപ്തി, ആശ്വാസം ലഭ്യമാവാൻ വേണ്ടിയാണത്. അത് ആശ്വാസത്തിനാണ്, സക്കീനത്തുണ്ടാവാനാണ്, മനസ്സമാധാനം ഉണ്ടാവാനാണ്, ശാന്തി ഉണ്ടാവാനാണ്, ജീവിതത്തിൽ അച്ചടക്കമുണ്ടാവാനാണ്. എല്ലാം അതിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അള്ളാഹു സ്നേഹത്തെ ഉണ്ടാക്കി. നിങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹമെന്ന് പറയുന്ന, പരസ്പരമുള്ള ആ സ്നേഹമെന്ന് പറയുന്ന അത്ഭുതകരമായ ആ ഒരു വികാരത്തെ നിങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചു. വറഹ്മ, ഒരു പ്രത്യേകതരം കാരുണ്യത്തെയും അള്ളാഹു നിങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. കൂടുതൽ നമ്മൾ ചിന്തിക്കാൻ നിന്നാൽ സമയം വൈകുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ചെറിയ ഭാഗങ്ങളിലേക്ക് മാത്രം പോവുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അസ്വാജിനെ സൃഷ്ടിച്ചു. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, നിങ്ങൾക്ക് ആ ഭാര്യമാരിൽ നിന്ന് മക്കളെയും പേരമക്കളെയും അല്ലാഹു തആല നൽകി എന്നിങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ആയത്തുകൾ അംബിയായിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ വമാ കാന ലിറസൂലിൻ അൻ യഅതി ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. മുൻഗാമികളായ അംബിയാക്കൾ മിക്കവരും ഒന്നോ രണ്ടോ ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ എന്നാൽ അവരും നിക്കാഹ് ചെയ്തു അല്ലെങ്കിൽ ചെയ്യും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെ മുഴുവൻ അംബിയാക്കളെയും നമ്മൾ അയച്ചു, അവരൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു എടുത്തു പറയുന്നു. എന്താ അതിൻ്റെ ആവശ്യം? ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമല്ല, ഒരു താൽക്കാലിക വികാരശമനത്തിനുള്ള പ്രക്രിയയല്ല. അത് അംബിയാക്കൾ നിർവഹിച്ച, മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരൊക്കെ കൊതിച്ച ഒരു സംഗതിയാണ് എന്നാണ് ഖുർആൻ സമർത്ഥിക്കുന്നത്. എന്താണ് അതിന് കാരണം? ഇബാദുർ റഹ്മാനിന്റെ വിശേഷണത്തിൽ പറയുന്നുണ്ടല്ലോ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. സൂറത്ത് ഫുർഖാനിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭ്യമാകുന്ന, അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാകുന്ന ആളുകൾ, ഇഷ്ടക്കാരാകുന്ന ആളുകളെ വിശദീകരിക്കുകയാണ്. അവരുടെ വിശേഷണത്തിൽ അള്ളാഹു പറയുന്നു വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ
മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ എന്ന്. അവരും ആഗ്രഹിക്കുന്നു ഭാര്യ മക്കളിൽ നിന്ന് സന്തോഷമുണ്ടാവണം എന്ന്. ഭാര്യ മക്കളിൽ നിന്ന് സന്തോഷമുണ്ടാവണം എന്ന് കൊതിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഔലിയാഇൻ്റെ സ്വഭാവമായി, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുടെ സ്വഭാവമായി അള്ളാഹു സൂറത്തുൽ ഫുർഖാനിൽ എണ്ണുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നിക്കാഹിനെ ആ ഒരർത്ഥത്തിലാണ് നാം സമീപിക്കേണ്ടത്. അതിനെ നമ്മുടെ ഒരു താൽക്കാലിക ആവശ്യമായി മാത്രം നാം കാണാൻ പാടില്ല. ഇതാണ് നാം ആദ്യമായി തലാഖിനെ സംബന്ധിച്ചും ഖുൽഇനെ സംബന്ധിച്ചും ഫസ്ഖിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നതിൻ്റെ മുമ്പ് തലാഖിന് വേണ്ടിയുള്ളതല്ല നിക്കാഹ്, ഫസ്ഖിന് വേണ്ടിയുള്ളതല്ല നിക്കാഹ്. ഒരിക്കലും അങ്ങോട്ടെത്താതെ അത് നിലനിർത്താനുള്ള മഹത്തായൊരു പുണ്യകർമ്മമാണ് നിക്കാഹ് എന്ന ബോധവും സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഒന്നാമത്തെ കർത്തവ്യം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ ഈ ആയാത്തുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വഫീഹി ഖംസു ഫവായിദ്, ഈ നിക്കാഹിൽ 5 ഫായിദകളുണ്ട്, 5 പ്രത്യേക ഗുണങ്ങളുണ്ട് എന്ന്. ഒന്നെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിക്കാഹിലൂടെ ഇവിടെ മനുഷ്യവംശം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. ആ ഉദ്ദേശത്തെ സഫലീകരിക്കാൻ ഞാൻ അള്ളാഹുവിൻ്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ഫായിദ. ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ഖലീഫമാരാകുന്ന മനുഷ്യന്മാരിവിടെ നിലനിൽക്കണം. ആ മനുഷ്യന്മാർ നിലനിൽക്കണമെങ്കിൽ അത് നിലനിർത്താൻ പറ്റുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഇവിടെ ഉണ്ടാവണം. അങ്ങനെ ഈ പ്രക്രിയ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്. ഈ വികാരത്തെ നമ്മിൽ സന്നിവേശിപ്പിച്ചതുകൊണ്ട്, അങ്ങനെ ഈ പരസ്പരം ഈ ഒരു ആകർഷണീയത, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു താല്പര്യം നിക്ഷേപിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച ഒരു കാര്യം അതാണ്. അതിലൂടെ ഈ നസ്ൽ ഇവിടെ നിലനിൽക്കണം. അപ്പൊ ഒന്നാമത്തെ ഫായിദ, ഒരാൾ നിക്കാഹ് കഴിക്കുന്നതിലൂടെ ഇബ്ഖാഉൻ നസ്ലി വഅല്ലാ യഖ്ലുൽ ആലമു അൻ ജിൻസിൽ ഇൻസി എന്ന അള്ളാഹുവിൻ്റെ നിശ്ചയം നടപ്പിൽ വരുത്താൻ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. അതൊരു ഇബാദത്താണ്, അതൊരു വലിയ സൽക്കർമ്മമാണ്. രണ്ടാമതായി അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇഷ്ടം സമ്പാദിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, തസവ്വദുൽ വലൂദൽ വദൂദ് ഫഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന ആളുകളെ, സ്ത്രീകളെ വിവാഹം കഴിക്കൂ. എനിക്ക് എൻ്റെ ഉമ്മത്ത് വർദ്ധിച്ചുകൊണ്ട് ഖിയാമത്ത് നാളിൽ ജനങ്ങൾക്കിടയിൽ അഭിമാനം പ്രകടിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടിയാണ് ഞാൻ നല്ല സന്താനങ്ങളെ, നല്ല ഉമ്മത്തിനെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് എന്നത് രണ്ടാമത്തെ ലക്ഷ്യമാണ്. ഇമാം ഗസാലി തങ്ങൾ ആദ്യത്തെ ഫായിദ അതിലൂടെ സന്താനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. ആ സന്താനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഗുണങ്ങളാണ് ഈ പറയുന്നത്. അതിലൂടെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കുന്നു. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത്, അവരുടെ സന്തോഷം, അവരുടെ തൃപ്തി കരഗതമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു. പുണ്യകർമ്മമല്ലേ? അതോടൊപ്പം മൂന്നാമതായി നമുക്കതിലൂടെ ലഭ്യമാകുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതുപോലെ ഇതിലൂടെ നമ്മുടെ വികാരത്തെ ഹലാലായ രൂപത്തിൽ ശമിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. നാലാമതായി ഒരു കുടുംബത്തിലൂടെ ജീവിതത്തിൻ്റെ ഭദ്രത തുടങ്ങുകയാണ്. എങ്ങനെ ഒരു കുടുംബത്തെ നയിക്കണം, ഒരു കുടുംബത്തെ എങ്ങനെയാണ് ഇദാറ ചെയ്യേണ്ടത്. ഒരു നാട് നന്നാവണമെങ്കിൽ കുടുംബം നന്നാവണം. കുടുംബം നന്നാകുമ്പോഴാണ് നാട് നന്നാവുന്നത്. അതുകൊണ്ട് ഒരു നാടിനെ ഭരിക്കാനുള്ള, ഒരു നാട്ടിലെ കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള പരിശീലന ഗോതയാണ് വീട്. വീടിൽ തൻ്റെ ഭാര്യമാരെ, തൻ്റെ മക്കളെ എങ്ങനെയാണ് റിആയത്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരിൽ സ്നേഹം നിലനിർത്തേണ്ടത്, എങ്ങനെയാണ് അവരിൽ പരസ്പരമുള്ള ബഹുമാനം നിലനിർത്തേണ്ടത് എന്ന് ചിന്തിച്ച് അത് അവൻ്റെ വീട്ടിൽ നടപ്പിലാക്കുന്നു.
അതിലൂടെ അവന് പുറത്തിറങ്ങിയാലും ഈ ലോകം, ഈ പ്രപഞ്ചത്തിലുള്ള നമ്മുടെ നാട്ടിലും നമ്മുടെ പൊതുവിഷയങ്ങളിലുമൊക്കെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് ചിട്ടപ്പെടുത്താൻ അത് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 4 കാര്യങ്ങൾ ഒന്നാമത്തെ ഫായിദയിലുണ്ട്. രണ്ടാമത്തെ ഫായിദ കസ്റു ഷഹ്വത്താണ്. മൂന്നാമത്തെ ഫായിദ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു കസ്റത്തുൽ അശീറ, കുടുംബം വർദ്ധിക്കുക എന്നുള്ളതാണ്. നാലാമത്തത് മുജാഹദത്തുൻ നഫ്സാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ അഭിമന്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും ഈ പ്രദേശത്തിൻ്റെ ഖാദിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് നമ്മിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫ നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. السلام. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ഉസ്താദുൽ അസാത്തീദ് ആലിക്കുട്ടി ഉസ്താദ് അവர்கள் നമ്മെ കാണാൻ വേണ്ടി, തൻ്റെ മഹലിൻ്റെ നിവാസികളെ കാണാൻ വേണ്ടി, മഹലിൻ്റെ പ്രതിനിധികളെ കാണാൻ വേണ്ടി നമ്മിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായ സമയം ഇരിക്കാനോ സംസാരിക്കാനോ പറ്റാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും വേണ്ടി മനം നിറയെ ഒന്ന് ദ്വാരന്ന് പോകാമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതുകൊണ്ട് പുറത്തു നിൽക്കുന്നവരെല്ലാവരും അകത്തേക്ക് കടക്കുക. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ദ്വാ കഴിഞ്ഞതിന് ശേഷം സലാം ബാക്കവി ഉസ്താദിൻ്റെ ക്ലാസ് തുടർന്ന് പോകും. അതിനുശേഷം മജീദ് ബാക്കവി ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ട്. അതിനുശേഷം ഭക്ഷണമുണ്ട്. എല്ലാം ഇൻഷാ അല്ലാഹ് കൃത്യസമയത്ത് തന്നെ ക്ലാസ് അവസാനിപ്പിക്കുകയും ചെയ്യും. ആയതിനാൽ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവർ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد صلاة تنجينا بها من جميع الأهوال والبليات، سلمنا بها من جميع الأسقام والآفات، طهرنا بها من جميع السيئات، تقضي لنا بها جميع الحاجات، ترفعنا بها عندك إلى الدرجات، وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم بارك لنا في درسنا وفي مدارسنا وفي تعلمنا وفي تعليمنا وفي طلابنا وفي علمائنا وفي أمورنا كلها يا رب العالمين. اللهم وجهنا إلى الخير، اللهم وجه الخير إلينا يا رب العالمين. اللهم وما قضيت لنا من نمد فاجعل عاقبته خيرا ورشدا. اللهم طول أعمارنا، اللهم وسع أرزاقنا، اللهم اشف أمراضنا،
اللهم ادفع بلياتنا يا خير الناصرين. اللهم بارك لنا في درسنا وفي تدريسنا وفي تعليمنا وفي تعلمنا وفي طلابنا وفي أمورنا كلها يا رب العالمين. اللهم ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا. ബഹുമാനപ്പെട്ട ഉസ്താദ് ക്ലാസ് തുടർന്നു പോവുകയാണ്. ഉസ്താദ് ക്ഷണിച്ചോളൂ. ബഹുമാനികളെ, ഉസ്താദിനിക്ക് 12:50 ട്രെയിന് റിട്ടേൺ പോവുകയും വേണം ആലിക്കുട്ടി ഉസ്താദിനിക്ക്. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് ജസ്റ്റ് ദ്വാരക്കാൻ വേണ്ടി മാത്രമാണ്, നമ്മുടെ സദസ്സ് കാണാൻ വേണ്ടി മാത്രമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ബഹുമാന ഉസ്താദ് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദ് അവർക്ക് സിഹത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ ശമനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മുടെ നിക്കാഹ് ഖുൽഅ് പോലെയുള്ള വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പറയാനുള്ളത്. പറയുന്നതിൻ്റെ മുമ്പ് ആമുഖമായി ഈ നിക്കാഹ് എന്ന് പറയുന്നത് ഒരു മഹത്തായ കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് എന്ന് സമർത്ഥിക്കുക എന്നതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഇമാം ഗസാലി തങ്ങൾ ആ വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത്, ഒരു കൃഷിക്കാരൻ അയാളുടെ പണിക്കാരൻ്റെ കയ്യിൽ വിത്ത് കൊടുത്ത് ഇത് കൃഷി ചെയ്യ് എന്ന് പറഞ്ഞയക്കുന്നത് പോലെയാണ് മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഷഹവാത്തുകളെയൊക്കെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഇന്ന രൂപത്തിൽ ഇത് ഉപയോഗപ്പെടുത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എന്നാണ് ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്. ആ ഏൽപ്പിച്ച വ്യക്തി ആ വിത്ത് അനധികൃതമായി ഉപയോഗിച്ചു, അല്ലെങ്കിൽ അത് യോജിക്കാത്ത സ്ഥലത്ത് അയാൾക്ക് അർഹതയില്ലാത്ത വയലിൽ കൊണ്ടുപോയി അത് നിക്ഷേപിച്ചു, അത് നട്ടു, കൃഷി ചെയ്തു, അല്ലെങ്കിൽ അത് കൃഷി ചെയ്യാതെ അത് നശിപ്പിച്ചു കളഞ്ഞു. ഈ ഏത് അവസ്ഥയിലും അവൻ കുറ്റക്കാരനാണ്. ഇതേ ക്രമത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്താൻ ആവശ്യമായ, മനുഷ്യനിലൂടെ നടത്താൻ ആവശ്യമായ ചില ബുദൂറുകൾ, ചില വിത്തുകൾ മനുഷ്യൻ്റെ പ്രകൃതിയിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഇത് ഇന്ന രൂപത്തിൽ നീ അത് വിനിയോഗിക്കണം, ഇന്ന സ്ഥലത്ത് ഇത് മുളപ്പിക്കണം, ഇന്ന സ്ഥലത്ത് ഇത് മുളപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അത് അങ്ങനെ കൃത്യമായി ചെയ്യുകയും അല്ലാത്ത രൂപത്തിൽ അത് ചെയ്താൽ അതൊക്കെ തന്നെ കുറ്റകരമാവുകയും ചെയ്യുന്ന, ഇങ്ങനെ ചെയ്താൽ പൂർണ്ണമായി ഈ കൃഷിക്കാരൻ്റെ, ഈ മുതലാളിയുടെ പൂർണ്ണ സംതൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്നത് പോലെ അള്ളാഹു ഉദ്ദേശിച്ചത് പോലെ അത് നടപ്പിൽ വരുത്തിയാൽ അള്ളാഹുവിൻ്റെ പൂർണ്ണ തൃപ്തി നടപ്പിൽ വരുത്താൻ, നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു പ്രക്രിയയാണ് എന്നാണ് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു വെച്ചത്. പക്ഷെ അത് സാധ്യമാവണമെങ്കിൽ, ഇത് ഇങ്ങനെ ഒരു മഹത്തായ കർമ്മം ഇവിടെ നടന്ന് അത് പരസ്പരം ആ മരണം വരെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും അല്പം വിട്ടുവീഴ്ചയോടുകൂടെയും പരസ്പര ബഹുമാനത്തോടു കൂടെയും ജീവിച്ചെങ്കിലേ സാധിക്കൂ.
ഒരാൾ മറ്റൊരാളുടെ അടിമയാണ്. അത് ആരുടേതായാലും ശരി, എൻ്റേത് മാത്രം നടക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ നീങ്ങിയാൽ ഇത് താറുമാറാകും. പരസ്പരം അറിഞ്ഞുകൊണ്ട്, എൻ്റെ ആവശ്യം എന്താണെന്ന് എൻ്റെ ഇണ അറിഞ്ഞുകൊണ്ട്, ഇണയുടെ ആവശ്യം എന്താണെന്ന് നമ്മളും അറിഞ്ഞ് പരസ്പരം ഇഹ്തിറാമോടുകൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനം ആദരവോടുകൂടെയും സ്നേഹത്തോടുകൂടെയും വർത്തിച്ചാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഇതിൽ യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആയിഷ ബീവിൻ്റെ അടുത്തേക്ക് കയറി വന്നപ്പോൾ അവിടെ ഹുവൈല എന്ന് പറയുന്ന ഒരു മഹദി ഉണ്ടായിരുന്നു. ഹുവൈല ബിന്ത് ഹക്കീം എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, ഈ സ്ത്രീ വളരെ മോശമായൊരവസ്ഥയിൽ, കണ്ടാൽ വല്ല ഭർത്താക്കളൊക്കെ മരിച്ചുപോയ ഒരു വിധവയെപ്പോലെ വസ്ത്രമൊക്കെ മുഷിഞ്ഞ് തീരെ ശരീരമൊന്നും ശ്രദ്ധിക്കാതെ വന്നു നിൽക്കുന്നൊരവസ്ഥ. ഇത് റസൂലുള്ളാഹിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആയിഷ ബീവിയോട് റസൂലുള്ളാഹി സ്ത്രീ പോയതിനു ശേഷം ചോദിച്ചു, മാ അബദ്ദ ഹൈഅത ഖുവൈല, മാ അബദ്ദ ഹൈഅത ഖുവൈല, ഖുവൈല എന്താ ഇങ്ങനെ നടക്കുന്നു? ഭർത്താവുള്ള സ്ത്രീയല്ലേ, ആ ശരീരം നോക്കാതെ, അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ ഒരു അലസമായ രൂപത്തിൽ, ഇങ്ങനെ മോശമായ രൂപത്തിൽ നടക്കുന്നു, വികൃതമായ വിരൂപമായ രൂപത്തിൽ നടക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. റസൂൽ ഒരു പിതാവിനെ പോലെയാണല്ലോ, റസൂൽ ചോദിക്കുകയാണ്. അപ്പോൾ ആയിഷ ബീവി പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ഇംറഅത്തുൻ ലാ സൗജ ലഹാ, ഹുവൈലക്ക് ഭർത്താവില്ലല്ലോ, അതുകൊണ്ടാണ് ഹുവൈല അങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഹുവൈലക്ക് ഭർത്താവ് ഉണ്ടല്ലോ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ ആണല്ലോ ഭർത്താവ്, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇംറഅത്തുൻ ലാ സൗജ ലഹാ, സൗജില്ലാത്ത സ്ത്രീയല്ലേ. അപ്പോൾ ആയിഷ ബീവി അത് വിശദീകരിച്ചു കൊടുത്തു. സൗജുണ്ട്, പക്ഷെ ഇല്ലാത്ത സ്വഭാവമാണ്, ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം യസൂമുൻ നഹാറ വയഖൂമുൽ ലൈൽ, രാത്രി നേരം വെളുക്കോളം നിസ്കരിക്കലാണ് മൂപ്പര പണി, പകലൊന്നും നോമ്പ. ഇങ്ങനൊരു ഭാര്യ ഉണ്ട് എന്നൊരു ചിന്ത മൂപ്പർക്കില്ല. അതുകൊണ്ട് ഫഹിയ കമൻ ലാ സൗജ ലഹാ, ഭർത്താവില്ലാത്ത സ്ത്രീയെ പോലെയാണ്. ഫതറകത് നഫ്സഹാ, അപ്പൊ പിന്നെ സ്വന്തം ശരീരത്തിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു. സ്വന്തം ശരീരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ, ഭർത്താവിന് തന്നെ ആവശ്യമില്ല, അപ്പൊ തനിക്ക് ഭർത്താവിന് ആവശ്യമില്ലാതെയായി ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു. ഫബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ആളയച്ചു. ഫജാഅ, മൂപ്പര് വന്നു. മൂപ്പര് വന്നപ്പോൾ റസൂലുള്ള വളരെ ഗൗരവത്തിൽ, യാ ഉസ്മാൻ അറഗ്ബതൻ അൻ സുന്നതി, എൻ്റെ സുന്നത്തിനെ നീ അവഗണിക്കുകയാണോ എന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത്? രാത്രി തഹജ്ജുദ് നിസ്കരിക്കലാണ്, പകലന്തിയോളം നോമ്പാണ്. അപ്പം അത് സുന്നത്തിനെതിരാണോ? പക്ഷേ യഥാർത്ഥ പൂർണ്ണ സുന്നത്തല്ലാതെ എൻ്റെ സുന്നത്തിനെ നീ അവഗണിക്കുകയാണോ? ഖാല ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ബൽ സുന്നതക അത്ലുബ്, അങ്ങയുടെ സുന്നത്ത് തേടിയാണ് ഞാൻ നടക്കുന്നത്, അതിനു വേണ്ടിയാണ് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എങ്കിൽ എൻ്റെ സുന്നത്ത് ഇങ്ങനെയല്ല. ഞാൻ ഒരു ദിവസം നോമ്പെടുക്കുകയാണെങ്കിൽ മറ്റൊരു ദിവസം നോമ്പ് ഒഴിവാക്കും, രാത്രി കുറച്ച് സമയം നിസ്കരിക്കും, മറ്റു സമയം ഉറങ്ങും, മറ്റു സമയം ഭാര്യയുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. ഇതാണ് എൻ്റെ സുന്നത്ത്. അതുകൊണ്ട് എൻ്റെ സുന്നത്താണ് നീ തേടുന്നതുവെങ്കിൽ ഇതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ അത് എൻ്റെ സുന്നത്തല്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിനോട് താക്കീത് ചെയ്തു. പിന്നീട് ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, അതിനുശേഷം അവസ്ഥയൊക്കെ മാറി. പിന്നൊരിക്കൽ ഹുവൈലയെ കണ്ടപ്പോൾ കണ്ണിൽ സുറുമയിട്ടിട്ടുണ്ട്, നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്, ഉഷാറായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ ഹദീസ് ഇരുതല മൂർച്ചയുള്ള ഹദീസാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇണകളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് നടപ്പിൽ വരുത്തി ജീവിക്കുക എന്നതാണ് ഇത് വിജയിക്കാനുള്ള മാർഗം. രണ്ടുപേരും അത് സ്വീകരിക്കണം. ഭർത്താവിനാവശ്യം അവൻ്റെ കണ്ണിനെ സംതൃപ്തി ഉണ്ടാവണം. കണ്ണുകൊണ്ട് കണ്ണിനാഗ്രഹങ്ങളുണ്ട്, കണ്ണിനാസ്വാദനമുണ്ട്. അത് ഹറാമിലേക്ക് നോക്കാതെ തന്നെ ഹലാലിലൂടെ ലഭ്യമാവണമെങ്കിൽ ഭാര്യ അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് ഭർത്താവിൻ്റെ മുന്നിലാണ്.
അതല്ലേ ഇവിടെ റസൂലുള്ള പഠിപ്പിച്ചത്? എന്തൊരു മനോഹരമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്, അത് ഭർത്താവിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് പുറത്തേക്ക് പോകും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണ്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാടുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് ശരിക്ക് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ഞാൻ പരത്തി അത്തരത്തിലുള്ളൊരു വിഷയം, കാരണം അതല്ലല്ലോ നമ്മുടെ വിഷയം, അങ്ങനെ നീട്ടിപ്പരത്തി പറയല്ല, ചില സൂചനകൾ പറയുന്നു എന്ന് മാത്രം. ഈ പരസ്പര ബഹുമാനവും പരസ്പര ആവശ്യങ്ങളെ അറിഞ്ഞ് അത് സ്വീകരിച്ച് അത് നടപ്പിൽ വരുത്തിയിട്ടുള്ള ഒരു ജീവിതവും മുന്നോട്ട് നയിക്കുക എന്നത് ഭാര്യ ഭർത്താവിൻ്റെ വൈവാഹിക ജീവിതത്തിൻ്റെ വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് വിവാഹത്തിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ മക്കളെ, നമ്മുടെ പെൺകുട്ടികളെ, പ്രത്യേകിച്ചും ആൺകുട്ടികളെയും രണ്ടുപേരെയും അവരെ ബോധവാന്മാരാക്കുക എന്നത് ഈ തലാഖ് അധികരിക്കുന്നതിൽ നിന്ന് നമ്മുടെ മഹല്ലുകളെ സുരക്ഷിതമാക്കാൻ അത് സഹായിക്കും. എങ്ങനെയാണ് നമ്മുടെ ഭാര്യമാരുടെയൊക്കെ അവസ്ഥ? പലപ്പോഴും വീട്ടിൽ അവർ എന്തോ ഒരവസ്ഥയിലായിരിക്കും, പുറത്തു പോവുകയാണെങ്കിൽ എല്ലാ ചമയങ്ങളും അവരിലുണ്ടാകും. അപ്പോൾ ഈ പുരുഷന് അവൻ്റെ കണ്ണിൻ്റെ ആസ്വാദനം സാധ്യമാവണമെങ്കിൽ പുറത്തു പോകണം. ഇവിടുന്ന് ആവുന്നില്ല. കണ്ണിൻ്റെ ആസ്വാദനം ഒരു ആവശ്യമാണ്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ആ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ തലാഖിൻ്റെ പരസ്പരം തെറ്റുക, പരസ്പരം വെറുക്കുക, പരസ്പരം വിശ്വാസമില്ലാതെയാവുക, ഇത്തരത്തിലുള്ള ഈ മോശപ്പെട്ട അവസ്ഥ മാറി നല്ല കുടുംബജീവിതം നമ്മുടെ മഹല്ലുകളിലൊക്കെ നിലനിൽക്കാൻ ഈ ഒരു നിക്കാഹിൻ്റെ ഉദ്ദേശവും അതിൽ അവരുടെ ജീവിതത്തിൻ്റെ സ്വഭാവവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയിലൂടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നത്, ആദ്യമായി അവർക്ക് അതിനനുസരിച്ച് ക്ലാസ്സുകളൊക്കെ നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ നിലക്ക് പരസ്പരം അറിഞ്ഞ് ആവശ്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. എന്നിട്ടും കുറവുകളൊക്കെ ഉണ്ടാകും, മനുഷ്യന്മാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്ചകളുണ്ടാവും, കുറവുകളുണ്ടാവും. ഈ കുറവുകളെ പരസ്പരം അഫ്വ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തനിക്ക് ഒരുപാട് ഗുണങ്ങൾ നിർബന്ധമില്ലാത്തത് അപ്പുറത്തെ കക്ഷി ചെയ്തു തരുന്നുണ്ടല്ലോ എന്ന ബോധത്തോടുകൂടെ വിട്ടുവീഴ്ചയുടെ ഒരു സമീപനം സ്വീകരിക്കുക എന്നതും വളരെ അത്യന്താപേക്ഷിതമാണ്. അതിൽ പുരുഷന്റെ പങ്ക് വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആയിഷ ബീവിൻ്റെ വീട്ടിൽ ഉറങ്ങുമ്പോൾ രാത്രി അന്ന് അവിടെ മൂത്രമൊഴിക്കാൻ സൗകര്യം ഉണ്ടായില്ല. അപ്പോൾ മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തുപോയി. രാത്രിയാണ്, എണീറ്റ് പോയി. അങ്ങനെ തിരിച്ചു വന്നു, വാതിൽ മുട്ടി. പോയത് ആയിഷ ബീവി അറിഞ്ഞിട്ടില്ല. തിരിച്ചു വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വാതിൽ മുട്ടി. ആയിഷ റസൂലുള്ള പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു റസൂലുള്ള വേറെ എവിടെ പോയി എന്ന് കരുതി, മറ്റാരോ ഭാര്യമാരുടെ അടുത്തേക്ക് പോയി എന്ന് കരുതി ആയിഷ ബീവി വാതിൽ പൂട്ടിയിട്ടു, പിന്നെ കുറ്റിയിട്ടു. റസൂലുള്ള വന്ന് തിരിച്ചു മുട്ടുകയാണ്, തുറന്നു കൊടുക്കുന്നില്ല. വീണ്ടും മുട്ടുകയാണ്, തുറന്നു കൊടുക്കുന്നില്ല. ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ രാത്രി മറ്റൊരാളുടെ അരികിലേക്ക് പോയി എന്ന ദേഷ്യമാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയേണ്ടി വന്നു, ആയിഷ, ഞാൻ മറ്റെവിടെയും പോയതല്ല, മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് മൂത്രമൊഴിക്കാൻ സൗകര്യമുള്ള മറ്റൊരു വീട്ടിലേക്ക് പോയതാണ് എന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് തുറന്നു കൊടുത്തത്. നമ്മളാണെങ്കിലോ അതോടുകൂടെ അവിടെ എല്ലാം സംഭവിക്കും. ചിലപ്പോൾ അന്തി താലിക്കുൻ 100 തലാഖൊക്കെ അപ്പം സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇത് പുരുഷന്മാരിലാണ്. പുരുഷന്മാർ കൂടുതൽ ശ്രദ്ധയോടെ പരിഗണിക്കേണ്ടതാണ്. അതുകൂടെ പരിഗണിച്ചാൽ ഈ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ടാൽ അപ്പോഴാണ് ഈ ത്വലാഖിൻ്റെയും ഈ ഫസ്ഖിൻ്റെയും ഈ ഖുൽഇൻ്റെയും ഒക്കെ അവസ്ഥ വരുന്നത്. ഈ വിഷയത്തിൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ ഫിറാഖിനുള്ള, ഈ ബന്ധം വേർപെടുത്താനുള്ള സ്വതന്ത്രമായ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ ദീൻ നേരിട്ട് സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. അതെന്താ അങ്ങനെ നൽകാതിരുന്നത്? സ്ത്രീയുടെ കയ്യിൽ, എന്നാൽ സ്ത്രീക്ക് വകുപ്പുകളുണ്ട്, എന്നാൽ നേരിട്ട് അങ്ങനെ ചെയ്യാനുള്ള സ്വതന്ത്രമായ അധികാരം പുരുഷന് നൽകിയതുപോലെ സ്ത്രീക്ക് നൽകിയിട്ടില്ല എന്നത് വസ്തുതയാണ്. ഇത് നമ്മൾ മറച്ചു വെക്കേണ്ടതില്ല.
അതാണ് യുക്തി എന്ന് യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സ്ത്രീ എന്ന് പറയുന്നത് പെട്ടെന്ന് വൈകാരികമായി മാനസികമായി ഒക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്ന, പെട്ടെന്ന് പ്രകോപിതയാകുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ടെൻഷനിലേക്ക് പോകുന്ന, ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി തെറ്റുന്ന, പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ് പൊതുവിൽ അധിക സ്ത്രീകളിലുമുള്ളത്. ഇത് നമ്മളാരും പറഞ്ഞതല്ല. ഇതിനെ സംബന്ധിച്ചറിയുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഡോക്ടർമാർ, സൈക്കോളജിസ്റ്റുകളായ ആളുകൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും മിസാജ്, അവരുടെ രണ്ടുപേരുടെയും തബീഅത്ത് അത് പരിശോധിച്ചിട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് മാത്രമല്ല, യൂറോപ്പിലൊക്കെ പഴയ കാലത്ത് നമ്മളെപ്പോലെ തന്നെ വിവാഹമോചനം നടത്താനുള്ള അധികാരം പുരുഷന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു നിയമം മുഖേന സ്ത്രീക്കും അത് അനുവദിച്ചു. അതോടുകൂടെ ഡിവോഴ്സിന്റെ എണ്ണം 4 ഇരട്ടിയായി വർദ്ധിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. യാഥാർത്ഥ്യമാണത്. അപ്പൊ ഇത് തകർക്കലല്ല നമ്മുടെ ഉദ്ദേശം. ഈ ബന്ധം നിലനിൽക്കണം. ഇതൊരു മഹത്തായ ബന്ധമാണ്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ കരാറാണ് ഇസ്ലാമിൽ. അതിങ്ങനെ കുട്ടിക്കളിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അത് വളരെ കാര്യബോധത്തോടുകൂടെ ചിന്താശേഷിയുള്ള ആളുകൾ മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പെണ്ണിന് ആ അധികാരമുണ്ട് എന്ന് വെച്ചാൽ, ചിലപ്പോ ഒരിക്കൽ നിങ്ങൾ കൊണ്ടുവന്ന വസ്ത്രം, ആ വസ്ത്രം അവള് പറഞ്ഞതുപോലെ ആയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവള് ഡിവോഴ്സ് ചെയ്യുന്ന അവസ്ഥയുണ്ടാകും, തലാക്ക് ചെല്ലുന്ന അവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങളൊന്ന് കണ്ണുരുട്ടിയാൽ, ഒരു വട്ടം നിങ്ങൾ ഉരുട്ടി, അപ്പം ഞാൻ ക്ഷമിച്ചു, വീണ്ടും കണ്ണുരുട്ടുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലാണ്ടാണല്ലേ, എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ വേറെ ആളെ നോക്കിക്കോളെ എന്ന് പറഞ്ഞിട്ട് അപ്പം സംഭവിക്കും. ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചിന്തിച്ച് ഇതിൻ്റെ വരും വരായികകൾ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ സ്ത്രീകളെ പോലെ ചില പുരുഷന്മാരും ഉണ്ട്, അത് വേറെ കാര്യം. 3 തലാക്കാണ്ട് ചെല്ലും. അത് പിന്നെ അപ്പോഴത്തെ ഒരു അവസ്ഥക്ക് അങ്ങനെ വന്നതാണ് എന്ന് പറയും. ഇനി ഇതിന് വല്ല വകുപ്പുണ്ടോ ഉസ്താദേ എന്ന് നോക്കാൻ വരും. അത് ഈ സ്ത്രീകളെ പോലത്തെ പുരുഷന്മാരാണ്. അതുപോലെ നമ്മളും ആവരുത്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രകൃതി വളരെ വ്യത്യാസമാണ്. അപ്പൊ അടിസ്ഥാനപരമായി ഇതിൻ്റെ ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നിർബന്ധ സാഹചര്യത്തിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാവൂ. ഒരു നിലക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇനി ഇവർ ഒരുമിച്ച് ജീവിച്ചാൽ അത് നരകതുല്യമാണ്. ലിതസ്കുനു ഇലൈഹ എന്നത് സാധ്യമല്ല എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ആ ഒരു കടും കൈ ചെയ്യുക എന്നാണ് പറയാം നമ്മൾ. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്, അല്ലേ? ഹലാലാണ്. അതൊരു നിർബന്ധ സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതൊരു ആവശ്യമായി വരുമ്പോൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു പഴുതാണ്. പക്ഷേ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള സംഗതിയല്ല. പരമാവധി അങ്ങോട്ട് എത്തിക്കാതെ നോക്കണം എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ താല്പര്യം. അയ്യുമമ്രഅത്തിൻ, സ്ത്രീക്ക് സ്വന്തം തലാക്ക് ചെല്ലാൻ പറ്റില്ല. സ്ത്രീ പിന്നെ പുരുഷനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. അയ്യുമമ്രഅത്തിൻ തലബത് സൗജഹാ അത്വലാഖ്, ഏതൊരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് തലാക്ക് ആവശ്യപ്പെട്ടാൽ സ്വർഗത്തിൻ്റെ പരിമളം പോലും അവൾക്ക് വഹിക്കാൻ സാധ്യമല്ല. ബിഗൈരി സബബിൻ, അംഗീകരിച്ച കാരണമില്ലാതെ അങ്ങനെ ആവശ്യപ്പെട്ടാൽ അത് അള്ളാഹുവിൻ്റെ ഗളബിന് കാരണമാണ്. തലാക്ക് ചെല്ലിയാൽ അത് ശരിയാണ്, അത് സംഭവിക്കും. പക്ഷേ അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംഗതിയാണ്, അത് നാശത്തിന് കാരണമാണ് എന്ന് അറിയിക്കുന്ന എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ നേരത്തെ പറഞ്ഞ തമാശക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റില്ല. ഇതൊരു തമാശക്ക് ചെയ്യേണ്ട കാര്യമല്ല. സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ, 3 കാര്യങ്ങൾ തമാശക്ക് ചെയ്താലും കാര്യത്തിൽ ചെയ്താലും കാര്യമാണ്. അങ്ങനെയുണ്ട്. ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ്. ഇതങ്ങനെ കളിക്കാനുള്ളൊരു സംഗതിയല്ല. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്ത വലിയൊരു ഉടമ്പടിയാണ് നിങ്ങൾ ഈ തമാശയിലൂടെ നശിപ്പിക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന സംഗതിയല്ല അത്, അല്ലേ? തഖത്തും, നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇതുവരെ പരസ്പരം നോക്കല് പോലും കാണല് പോലും ഹറാമായിരുന്ന 2 ആളുകളെ എല്ലാ അർത്ഥത്തിലും ഒന്നാക്കി ചേർക്കുന്ന ഒരു വലിയ ഉടമ്പടി, അതിൻ്റെ പേരാണ് നിക്കാഹ്. അതൊരു വലിയ ഉടമ്പടിയാണ്.
ആ ഉടമ്പടി നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ളതല്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ തമാശ കളിച്ചാൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അത് തമാശയിൽ പറഞ്ഞാലും കാര്യത്തിൽ പറഞ്ഞാലും അത് നടപ്പിലാകും എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തലാഖ് എന്ന പദം പ്രയോഗിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ആലോചിച്ച് ചിന്തിച്ച് എടുക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീൻ ഇതിൻ്റെ അധികാരം പുരുഷന് കൊടുത്തു. ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞു, പുരുഷൻ അത്തരത്തിലുള്ളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ പെട്ടെന്ന് താൽക്കാലിക വികാരത്തിനനുസരിച്ച്, താൽക്കാലികമായി അവനുണ്ടാകുന്ന ആ ഭാവമാറ്റത്തിനനുസരിച്ച് അവൻ തീരുമാനമെടുക്കുന്നതിൽ സ്ത്രീയെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമുണ്ടാകും. ഒന്ന്. രണ്ടാമത്തത്, ഒരു പുരുഷനാണ് ഒരു നിക്കാഹിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു നിക്കാഹിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ചെലവും. സ്ത്രീയെ സംബന്ധിച്ച് ഒരു ചെലവുമില്ല ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച്. മഹർ അവനാണ് ഉണ്ടാക്കേണ്ടത്, പിന്നെ ചെലവ് അവനാണ് കൊടുക്കേണ്ടത്. അങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക ബാധ്യതയും ഈ പുരുഷനാണ് ഒരു നിക്കാഹിൽ സംഭവിക്കുന്നത്. സ്ത്രീധനം എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമല്ല, ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചതും അല്ല. നിർബന്ധമായി കൊടുക്കേണ്ട മഹറാണ്. ഇവളെ ഇപ്പം അങ്ങോട്ട് തലാഖ് ചെല്ലുക, ഈ മഹർ നഷ്ടപ്പെട്ടു. നിക്കാഹിന്റെ ശേഷമാണെങ്കിൽ പകുതി നഷ്ടപ്പെട്ടു. അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവനും നഷ്ടപ്പെട്ടു. അത് തിരിച്ചു വാങ്ങാൻ പറ്റൂല. ഒരു വട്ടമെങ്കിലും അവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത 5 പവനാണെങ്കിൽ 5 പവൻ അത് അവളുടേതായി. ഈ തലാഖ് കഴിഞ്ഞ് ഈ സ്ത്രീയുമായുള്ള ബന്ധം ഒഴിവാക്കിയാൽ ഇനി രണ്ടാമതൊരു വിവാഹം കഴിക്കണമെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള മഹറും ചെലവും ഒക്കെ അവൻ കണ്ടെത്തണം. സ്ത്രീയെ സംബന്ധിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അതൊന്നുമില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായും ഒരു പുരുഷൻ ഒരു പരിധി വരെ ക്ഷമിക്കും. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നായിരിക്കും അവൻ്റെ ചിന്ത. പെട്ടെന്ന് എടുത്ത് ചാടി വേണ്ട അവസാനിപ്പിക്കുക എന്ന് പറയില്ല. ആ നിലക്കൊക്കെ തന്നെ തലാഖിനെ നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നിക്കാഹ് ബന്ധം ഇല്ലായ്മ ചെയ്യുക എന്നത് പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനമായി ഈ തലാഖിൻ്റെ അധികാരം നേരിട്ട് പുരുഷനെ ഏൽപ്പിച്ചത്. പുരുഷൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഈ കുട്ടികൾ അവൻ്റെ മക്കളാണ്. കുട്ടികളുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് ആ മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന, മാനസികമായ ആ ഒരു കലുഷിതമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അവളപ്പോൾ കുട്ടികളെ കാര്യമൊന്നും ചെയ്യുന്നില്ല. അടുക്കള നിങ്ങളെ മക്കൾ എന്ന് പറയും, നിങ്ങൾ നോയിക്കോളെന്ന് പറയും. അതൊക്കെ എത്രയോ അനുഭവങ്ങളാണ്. പുരുഷൻ അങ്ങനെ പറയാൻ കഴിയില്ല. നാളെ ഇവൾ അങ്ങോട്ട് പോയാൽ ഈ കുട്ടികളുമായി ഞാൻ എങ്ങോട്ട് പോകും? ഇതൊക്കെ ഇവൻ ചിന്തിക്കേണ്ടതുണ്ട്, ചിന്തിക്കും. പരമാവധി ഒരു പുരുഷന്റെ ഒരു അവസ്ഥ അതാണ്. വാലിബൻ അങ്ങനെയാണ്. ഒറ്റപ്പെട്ടൊക്കെ മറിച്ചുണ്ടാവും, അതിനല്ലല്ലോ ഹുക്കുമ് പറയാം. വാലിബൻ പൊതുവിലുള്ള അവസ്ഥ അതാണ്. അതുകൊണ്ട് ഈ വേർപാട് പരമാവധി കുറച്ചു കൊണ്ടുവരാൻ, ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. നിർണായക ഘട്ടത്തിൽ ഒരു 100 നിക്കാഹ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നൊക്കെ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് പുരുഷന്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവകാശം കൊടുത്തു. അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയടിക്ക് അങ്ങോട്ട് 3ഉം 10ഉം ചെല്ലലല്ല. ചെല്ലിയാൽ അത് നടപ്പിലാകും, പക്ഷെ ചെല്ലലല്ല വേണ്ടത്. അത് വലിയ അക്രമമാണ്. അവിടെ അങ്ങനെ തലാഖ് സംഭവിക്കുമ്പോൾ തന്നെ അള്ളാഹു നിശ്ചയിച്ചത് എന്തൊരു മനോഹരമായൊരു രൂപമാണ്, എന്തൊരു പ്രായോഗിക രൂപമാണ്. ആദ്യം ഒരു തലാഖ് ചെല്ലാം, പിന്നെ ഒരു തലാഖ് ചെല്ലി പ്രശ്നങ്ങളൊക്കെ ആയി വേണ്ടിയിരുന്നില്ല എന്ന് രണ്ടുപേർക്കും തോന്നുന്നു. എന്നാൽ ഇതിൻ്റെ മുന്നേ മടക്കിയെടുക്കാം, സ്വാഭാവികമാണ്. അങ്ങനെ എത്രയോ മടക്കിയെടുത്തിട്ടില്ലേ, എത്രയോ അങ്ങനെ റജഅത്ത് നടന്നിട്ടില്ലേ. അപ്പോൾ വീണ്ടും ചിലപ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ടാകുമ്പോൾ ഒന്നുകൂടിയൊക്കെ ആവും. 2 വട്ടം പിന്നെ കടിച്ചാൽ പിന്നെ 3ാമത്തെ കടി ഒഴിവാക്കും. 2 വട്ടം പെട്ട ആൾ ഇനി 3ാമത്തത് ഒഴിവാക്കും. 3ാമത്തതും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ അതിന് പരമാവധി അങ്ങോട്ട് പോവാതിരിക്കാൻ ഇനി എനിക്ക് കളി പറ്റില്ല, ഇങ്ങനെ തോന്നിയ പോലെ 3ഉം
ചൊല്ലി 4 ചൊല്ലി പിന്നെ മടക്കിയെടുക്കുക 5 ചൊല്ലി, അത് പറ്റില്ല. അപ്പം അതൊരു കളിയായി, അള്ളാഹുവിൻ്റെ ദീന് കൊണ്ടുള്ള കളിയായി. 3ാമത് ചൊല്ലിയാൽ ഇനി മടക്കിയെടുക്കണമെങ്കിൽ മറ്റൊരാൾ വിവാഹം കഴിക്കണമെന്ന നിയമം. അത് അതിനു വേണ്ടിയല്ല, അത് കരുതിയിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം മനുഷ്യൻ. കുറച്ചൊക്കെ ക്ഷമിച്ചിട്ടേ കുടുംബം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പിന്നെ അതിനു വേണ്ടി ഇസ്ലാം ആ രൂപത്തിലാണ് തലാഖിനെ നിശ്ചയിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മഹ്മൂദ് ബിൻ ലബീദ് എന്ന് പറയുന്ന ആള് പറയുന്നുണ്ട്, സഹാബി പറയുന്നുണ്ട്, അഖ്ബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റജുലിൻ തല്ലഖ ഇംറാഅതഹു 3 തലഖാത്തിൻ ജമീഅൻ ഫഖാമ ഗളബാന. ഒന്നായിട്ട് 3 തലാഖ് അങ്ങോട്ട് ചൊല്ലി, ഒന്നായിട്ട് 3 തലാഖ് അങ്ങോട്ട് ചൊല്ലി. അങ്ങനെ ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹിക്ക് ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അയുൽ അബു ബി കിതാബില്ലാഹി അസ്സ വജല്ല വഅന ബൈന അൽഹുരിക്കും, ഞാനിവിടെ ഉണ്ടായിരിക്കെ അള്ളാഹിൻ്റെ ദീന് കൊണ്ട് നിങ്ങൾ കളിക്കുകയോ എന്നാ ചോദിച്ചത്. അതൊരു കളിയാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒന്ന് നിർബന്ധ ഘട്ടത്തിൽ 1 ചെല്ലുക, എന്നാൽ തന്നെ ഓള് പോവുമല്ലോ. വേണ്ടെങ്കിൽ പിന്നെ മടക്കി എടുക്കണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. എന്നാൽ ചിലപ്പോൾ പിന്നീട് മനസ്സിന് മാറ്റം വരാം, ഈ കുടുംബ ബന്ധം വീണ്ടും കൂട്ടിച്ചേർക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ റസൂലുള്ളാഹി അങ്ങനെയല്ലാതെ ചെയ്ത ഒരാളോട് ദേഷ്യപ്പെടുകയും അത് റസൂലുള്ളാഹിയുടെ ദേഷ്യത്തിൻ്റെ കടുപ്പം കണ്ടുകൊണ്ട് മറ്റൊരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, തങ്ങൾ സമ്മതം തന്നാൽ ഞാൻ ഓനെ പൂശിക്കോളാ, ഓനെ ഞാൻ വെട്ടിക്കൊന്നോളാ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അങ്ങനെ ചെയ്താൽ അത് നടപ്പിലാകും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അൻ മാലികിൻ ബലഗഹു റജുലുൻ ഖാല ലി അബ്ദില്ലാ ഇന്ന റജുലൻ ഖാല ലി അബ്ദില്ലാ ഇന്നി തല്ലഖ്തു ഇംറാഅതി 100 തത്ലീഖ, എൻ്റെ ഭാര്യയെ ഞാൻ 100 തലാഖ് ചൊല്ലിയത്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാണത്. പെണ്ണുങ്ങളെ പോലത്തെ ആണുങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ആ ദേഷ്യണ്ട് വന്നപ്പോൾ മൂപ്പർക്ക് കിട്ടിയത് 100 കുറഞ്ഞ പരിപാടിയില്ല. അപ്പം 100 തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞു. അപ്പം മാതാ തറ അലയ്യ, അതുകൊണ്ട് എന്താണ് ഇനി എൻ്റെ മേൽ ബാധ്യത എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, തലഖത്ത് മിൻക 3 ഇത്തഖദ്ത ബിഹാ ആയാത്തില്ലാഹി ഹുസുവാ. 3 തലാഖാണ് അള്ളാഹ് നിശ്ചയിച്ചത്, അതിവിടെ നടന്നു. ബാക്കി 97 നീ അള്ളാഹിൻ്റെ ദീന് കൊണ്ട് കളിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പം അതുകൊണ്ട് ആ നിലക്ക് ആവാതെ നമ്മൾ സൂക്ഷിക്കുക എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം. തലാഖിൻ്റെ കാര്യം അങ്ങനെ. ഇനി നമുക്ക് സ്ത്രീകൾക്ക് ഒഴിവാവാൻ, സ്ത്രീകൾക്ക് വേണ്ടി വന്നാൽ ഒഴിവാവാം. ഭർത്താവുമായി ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വന്നാൽ സ്ത്രീകൾക്ക് ഫസ്ഖ് ചെയ്യാം. ഫസ്ഖ് എന്നത് 2 പേർക്കുമുണ്ട്, 2 പേർക്കും ഫസ്ഖ് ചെയ്യാം. ഫസ്ഖ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു പിണക്കമുണ്ടായി, അതിൻ്റെ പേരിൽ ഞാൻ ഭർത്താവിനെ ഫസ്ഖ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ അത് ഫസ്ഖ് ആവുകയില്ല. അങ്ങനെ ആരെങ്കിലും ഫസ്ഖ് ചെയ്തിട്ട് ആ പെണ്ണിനെ മറ്റൊരാൾ കെട്ടിയാൽ അത് ആ നിക്കാഹ് സഹീഹല്ല. അവർ തമ്മിലുള്ള ബന്ധം അത് വ്യഭിചാരമാണ്. അതിലുണ്ടാകുന്ന മക്കൾ ജാരസന്തതികളാണ്. ഇതിനെ സംബന്ധിച്ച് നാം ഗൗരവത്തോടെ ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സമുദായത്തെ അതിനെ സംബന്ധിച്ച് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. പിന്നെ എപ്പോഴാണ് പറ്റുക? ഫസ്ഖ് സ്ത്രീക്ക് പറ്റും, അതല്ലേ പ്രധാനമായി പറയേണ്ടത്. ആണുങ്ങൾക്ക് പിന്നെ തലാഖിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അതെന്നെ ഉപയോഗപ്പെടുത്താൻ അത്യാവശ്യ ഘട്ടത്തിൽ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫസ്ഖ് എന്ന് പറയുന്നത് ഈ നിക്കാഹ് ബന്ധം വേർപ്പെടുത്തൽ തന്നെ. പക്ഷേ അത് ചെയ്യാനുള്ള മാർഗങ്ങൾ, ഈ സ്ത്രീക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന അതിൻ്റെ ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ, അത് ഒരിക്കലും തന്നെ ഈ ഭർത്താവിൽ നിന്ന് ലഭ്യമാവുകയില്ല എന്നുറപ്പ് വരുത്തുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഐബ്, രോഗങ്ങൾ ഈ മനുഷ്യനുണ്ടെങ്കിൽ, ഈ ഐബുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാവാം. അപ്പോൾ ഈ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇയാൾ വെള്ളപ്പാണ്ട് രോഗിയാണ്. വെള്ളപ്പാണ്ട് രോഗം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർ പിന്നെ അടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു തരം രോഗമാണ്. അല്ലെങ്കിൽ ഇവന് ലൈംഗികമായി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, ഇന്നീൻ എന്ന് പറയും. അവൻ്റെ ലൈംഗികമായ ഉത്തേജനം ഉണ്ടാവാത്ത ആളാണ്. അത് തെളിഞ്ഞു, അങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന കാര്യമുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ഐബുകൾ ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള, അല്ലെങ്കിൽ സ്ത്രീ റത്ഖ ആവുക. റത്ഖ അതുപോലെ തന്നെ സ്ത്രീയുടെ ഈ ലൈംഗികാവയവത്തിൽ എല്ല് നിറയുക, അല്ലെങ്കിൽ മാംസം നിറഞ്ഞുകൊണ്ട് ഈ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുള്ള
വിധത്തിലുള്ള അല്ലെങ്കിൽ ഭ്രാന്തുണ്ട്, മാനസിക വിഭ്രാന്തിയുണ്ട്, അതറിഞ്ഞിരുന്നില്ല, അതറിഞ്ഞു ഉടനെ ഫസ്ഖ് ചെയ്യണം. അവിടെ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. നമ്മളത് തൃപ്തിപ്പെട്ടു കുഴപ്പമില്ല എന്നിട്ട് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫസ്ഖ് ചെയ്യാൻ പറ്റൂല. അതറിഞ്ഞാൽ ഉടനെ തന്നെ ഫസ്ഖ് ചെയ്യാം. അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മൾ കുറേ കഴിയുമ്പോൾ ആദ്യം ഒന്നും സാരല്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു മൻ നിക്കാഹ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സുറൂറു ഷഹരിൻ, ഒരു മാസം ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ, ഹണിമൂണാണ്. ആ ഒരു മാസം ചിലപ്പോൾ അയവൊന്നും നമുക്ക് പ്രശ്നമാവില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും യാത്ര. പിന്നെ അതൊക്കെ കഴിയുമ്പോഴാണ് സുമ്മമാതാന്ന് വെച്ചു, പിന്നെന്താന്ന് വെച്ചു, പിന്നെ ഹുമൂമു ദഹരിൻ, കാലാകാലം അമ്മന്നെ ഓരോരോ ടെൻഷനുകളായിരിക്കും. സുമ്മമാതാന്ന് വെച്ചു, പിന്നെന്താന്ന് വെച്ചു കുസൂറു ലഹരിൻ, പിന്നെ ഈ ബാധ്യതകളായിട്ട് നമ്മൾ എല്ലാം കൊരണ്ടിയായിട്ട് ഇങ്ങനെ വളഞ്ഞു പോവുക എന്നല്ലാതെ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഈ ആദ്യത്തെ ഒരു മാസം ചിലപ്പോൾ ഒന്നും വിഷയാക്കൂല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരും കാലിയരെ എൻ്റെ പെണ്ണുങ്ങൾക്ക് മാനസികമുണ്ട്, അത് കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഉണ്ട്, അത് നമ്മളോട് പറഞ്ഞില്ല, മറച്ചു. എന്തായിരുന്നു ഒരു മാസം പണിയെന്ന് കാലിയർ തിരിച്ചു ചോദിച്ചാൽ അത് പ്രശ്നമാവും. പക്ഷെ കാലിയർക്ക് അതെവിടെ ചോദിക്കാൻ പറ്റുമോ? കാരണം ഈ ഐബ് കൊണ്ട് ഒരു തൃപ്തിപ്പെട്ടു. ഒരു വട്ടമെങ്കിലും ഇവർ പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഇതറിഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫസ്ഖ് പറ്റില്ല എന്നാണ്. അറിഞ്ഞാൽ ഫൗറൻ കാലിനെ അറിയിക്കണം, ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കണം, പിന്നീട് ആ ബന്ധം അവിടെ നിർത്തണം. എന്നിട്ട് കാലിയുടെ മുന്നിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ സമർത്ഥിച്ച് ആ കാലിക്ക് അത് ബോധ്യപ്പെട്ടാൽ കാലിയാണ് ഫസ്ഖ് ചെയ്യുക. അങ്ങനെ ഫസ്ഖ് ചെയ്തു പോകാം. അപ്പൊ ഇതൊരു തമാശക്കളിയല്ല. കാരണം എന്തുകൊണ്ട്? ഇതൊക്കെ ഒരു രഹസ്യമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ തന്നെ ആലോചിച്ചാൽ അറിയാം, ഈ കുടുംബ വിവാഹ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു കോടതിയിൽ വന്ന് തെളിയിക്കാനൊന്നും അങ്ങനെ പറ്റൂല. ഇതൊരു രഹസ്യമായ കുറേ വിഷയങ്ങൾ അതിലുണ്ടാവും. അത് അവനും പടച്ചവനും കൂടി അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാവുകയും സത്യസന്ധമായി കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയമായിട്ട് വന്ന് ഇത് തകർക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ കൃത്യമായ വ്യവസ്ഥ പണ്ഡിതന്മാർ നിശ്ചയിച്ചത്. ഇതാ വജദർ റജുലു ഇംറാതഹു മജ്നൂന, ഭ്രാന്തുണ്ട് സ്ത്രീക്ക്, ഔ മജ്ദൂമ അല്ലെങ്കിൽ കുഷ്ഠരോഗമുണ്ട്, ഔ ബർസ അല്ലെങ്കിൽ വെള്ളപ്പാണ്ടുണ്ട്, ഔ റത്ഖ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈംഗികാവയം ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ല് തിങ്ങിയോ മറ്റോ ഉള്ള അവസ്ഥ ഉണ്ടാവുക. മാംസം തിങ്ങിയ അവസ്ഥക്ക് റത്ഖ എന്ന് പറയും, കർണ എന്ന് പറയും എല്ല് തിങ്ങിയ അവസ്ഥക്ക്. ജിമാഅന് പറ്റാത്ത അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സബത ലഹുൽ ഖിയാർ ഉണ്ട്, അവന് ഇഷ്ടം ചെയ്യാം, അവന് ഫസ്ഖ് അനുവദനീയമാണ്. തിരിച്ച് പുരുഷനിൽ ഈ നിലക്കുള്ള ഇന്നീനാവുക എന്ന് പറയും, അവന് അവൻ്റെ ലൈംഗികാവയവം അതിന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ്. അല്ലെങ്കിൽ ജുദാമ് പോലെ വെറുക്കുന്ന, മനുഷ്യന് ഇഷ്ടപ്പെടാത്ത അത്തരത്തിലുള്ള ആളുകളോട് അടുക്കാൻ വെറുക്കുന്ന വിധത്തിലുള്ള രോഗമുണ്ടാവുക. ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ടെങ്കിൽ അങ്ങോട്ടും ഈ പെണ്ണിനും ഖിയാറുണ്ട്, അവൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഫസ്ഖ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയും. എന്നാൽ ഇവിടെ സ്വന്തം ചെയ്യാന്നല്ല, ഫസ്ലുൻ വഇൻ ഇഖ്താറത്തിൽ ഫസ്ഖ, ഈ സ്ത്രീ ഞാൻ ഫസ്ഖ് ചെയ്യാൻ തീരുമാനിച്ചു, എനിക്ക് ഈ ബന്ധം തുടരാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചാൽ ലം യജുസിൽ ഫസ്ഖു, ഫസ്ഖ് അനുവദനീയമല്ല, ഇല്ലാ ബിൽ ഹാക്കിമി, ഹാക്കിമിന്റെ സാന്നിധ്യത്തിലല്ലാതെ, ഹാക്കിമിലൂടെ അല്ലാതെ സാധ്യമല്ല. ഹാക്കിമ് എന്ന് പറഞ്ഞാൽ വിധികർത്താവ്, ഹാക്കിമ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി, അല്ലെങ്കിൽ ആ ഭരണാധികാരി നിശ്ചയിച്ച ഖാദി, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ നമ്മുടെ ഖാദിമാര്, ഈ ഖാദിമാരുടെ അടുത്ത് ചെന്നുകൊണ്ട് ആ ഖാദി അതിനെ അംഗീകരിച്ചാലല്ലാതെ, അവരിലൂടെ അല്ലാതെ ഇത് സാധ്യവുമല്ല ഇவ்விധത്തിൽ. എന്നാൽ ഖാദി അവിടെ സത്യസന്ധമായി, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അതിന് ചിലപ്പോൾ സത്യം ചെയ്യിപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ തെളിവുകൾ പരിശോധിക്കേണ്ടി വരും. ഇപ്പം അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. അങ്ങനെ തെളിവ് കൊണ്ട് ഖാദിക്ക് അത് ബോധ്യപ്പെട്ടാൽ ഖാദിക്ക് ഫസ്ഖ് അംഗീകരിച്ചു കൊടുക്കാം. മറ്റൊന്ന് ഫസ്ഖിന് അനുവദിക്കുന്ന കാര്യം, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെലവ് കൊടുക്കുന്നില്ല, ചെലവ് കൊടുക്കാൻ ഇവന് കഴിയില്ല, ചെലവ് കൊടുക്കാനുള്ള സൗകര്യമില്ല അവന് സാമ്പത്തികമായി. ഒരു പാവപ്പെട്ട മനുഷ്യൻ കൊടുക്കേണ്ടുന്ന ചെലവെങ്കിലും കൊടുക്കാൻ ഇവന് കഴിയില്ല. അങ്ങനെ വന്നാൽ അത് ഖാദിരത്ത് സ്ഥിരപ്പെടുത്തണം. ഖാദിരത്ത് സ്ഥിരപ്പെടുത്തിയിട്ട് ഖാദിക്ക് അവിടെ ഫസ്ഖ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അവൻ കൊടുക്കുന്നില്ല, കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല, പൈസ ഉണ്ട്, അങ്ങനെ വന്നാലോ പൈസ എടുത്ത് തിരിച്ചു കൊടുക്കാൻ ഭരണാധികാരികളൊക്കെ ഉണ്ടെങ്കിൽ സാധ്യമാണ്. അപ്പോൾ അതിന് കേസ് കൊടുത്തിട്ട് ആ ചെലവ് വാങ്ങാൻ പറ്റും.
അതിനും സാധ്യമല്ലാത്ത അവസ്ഥ വന്നാൽ അവിടെയും ഫസ്ഖ് അനുവദനീയമാണ്. ഈ ഫസ്ഖ് അനുവദനീയമായ സ്ഥലങ്ങളിലെല്ലാം ഇപ്പറഞ്ഞ നിയമം ബാധകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം നവവി മജ്മൂഇൽ പറഞ്ഞതാണ്. അതേപോലെ തുഹ്ഫയിലും പറയുന്നുണ്ട്, വലാ ഫസ്ഖ ഹത്താ യസ്ബുത ഇൻദൽ ഖാദി ഇസാറുഹു. ഇയാൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ ചെലവിന് പറ്റില്ല എന്നോ അല്ലെങ്കിൽ രോഗിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഖാദിയുടെ അടുത്ത് സ്ഥിരപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഫസ്ഖ് പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ, അത് തെളിയിച്ചാൽ ഖാദിക്ക് അവിടെ ഫസ്ഖ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിശാലമായ മസലകളാണ് ഇത്. പേജുകളിൽ, ഒരുപാട് പേജുകളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നമ്മളൊരു പൊതുവായൊരു ധാരണ ഉണ്ടാക്കുകയാണ്. ഫസ്ഖിന് വേണ്ടി ഖാദിയുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് തോന്നിയതൊക്കെ ഫസ്ഖിന് പറ്റുന്നതാവണമെന്നില്ല. ഈ ബോധം നമുക്കുണ്ടാവണം. ആ ബോധത്തോടു കൂടെ ആവണം. അവിടെ പിന്നെ നമ്മൾ ഖാദിനെ കുറ്റം പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഖാദിനെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ വിളിപ്പിച്ച് സമ്മർദ്ദത്തിലാക്കിയിട്ടോ ഫസ്ഖ് വാങ്ങിയാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വ്യഭിചാരത്തിന് അയക്കുന്ന അവസ്ഥയിലേക്കാണ് വരിക. കാരണം ശറഅ അംഗീകരിക്കാത്ത വിധത്തിൽ ഫസ്ഖ് ഉണ്ടായാൽ ആ ഫസ്ഖ് സഹിയാവൂല. ഇതൊക്കെ ദീനിൻ്റെ നിയമമല്ലേ. പിന്നെ പരമാവധി അതൊന്നും നടക്കാത്തൊരവസ്ഥ വരുമ്പോൾ ഈ ഭർത്താവിനെ എങ്ങനെയെങ്കിലുമൊക്കെ സ്വാധീനിച്ച് അയാളുടെ മനസ്സ് മാറ്റി ഒന്നുകിൽ അയാളെ തലാക്ക് വാങ്ങാൻ ശ്രമിക്കുക. അതാണ് അവിടെ മാർഗം. അല്ലാതെ ഖാദിയെ നിർബന്ധിക്കലല്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇയാൾക്ക് കുറച്ച് സമ്പത്ത് കൊടുത്തുകൊണ്ട് ഈ ഭർത്താവ് അയാൾക്ക് ഒരുപാട് സാമ്പത്തിക ചെലവ് വന്നു, ഇനിയിപ്പോൾ ഇനി തലാക്ക് ഒഴിവായാൽ, ഈ തലാക്ക് ചൊല്ലി നിക്കാഹ് ഒഴിവായാൽ വീണ്ടും കുറേ അതിൻ്റെ പേരിൽ ചെലവ് വരുന്നു, ഇനി മറ്റൊരു വിവാഹം അതിനും കുറേ ചെലവ് വരുന്നു, അതുകൊണ്ട് ഒരുപാട് നഷ്ടമുണ്ട്, അതുകൊണ്ട് എനിക്ക് സാധ്യമല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചോളാം. അതിനൊരു നിശ്ചിത സംഖ്യ, ഉദാഹരണത്തിന് മഹർ ഇവൾക്ക് അവകാശപ്പെട്ടതാണ്, പക്ഷെ അത് ഞങ്ങൾ തിരിച്ചു തരാം എന്ന് പറയാം. അതിന് പകരം അങ്ങനെ എന്തെങ്കിലും സമ്പത്തിന് പകരം നിക്കാഹ് വാങ്ങുന്നതിനാണ് ഖുൽഉ എന്ന് പറയുക. ഇവൾക്ക് കിട്ടാൻ അവകാശപ്പെട്ടതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയ, കിട്ടാൻ അവകാശപ്പെട്ടതോ അല്ലെങ്കിൽ അല്ലാത്തതോ ഇവളെന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തുകൊണ്ട് പണത്തിൻ്റെ മുഖാബിൽ, ഇവളിൻ്റെ മുഖാബിലിൽ ഫുർഖത്ത്, പരസ്പരം ബന്ധം ഒഴിവാക്കുന്നതിനാണ് എന്തെന്ന് പറയാ, ഖുൽഉ എന്ന് പറയാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അതിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 229 ആയത്തിൽ ഫൈൻ ഖിഫ്തും അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ് ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബിഹി തിൽക ഹുദൂദുല്ലാഹ്. പരസ്പരം നല്ല നിലക്ക് ഇത് മുന്നോട്ട് പോവുകയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, തലാക്ക് അയാൾ നേരിട്ട് തരുന്നുമില്ല എങ്കിൽ എന്തെങ്കിലും പണം കൊടുത്തുകൊണ്ട്, ഇവള് കൊടുത്തുകൊണ്ട് അതിൻ്റെ മുഖാബലയിൽ ഇവർ തമ്മിലുള്ള ബന്ധം ഒഴിവാക്കുന്നതിന് വിരോധമില്ല എന്ന് പരിശുദ്ധ ഖുർആനാണ്. പിന്നീട് ഉലമാഇന്റെ ഇജ്മാ, അങ്ങനെ ഖുൽഉ അനുവദനീയമാണ് എന്ന് ഫുഖഹാ, ഉലമാ, എല്ലാ മദ്ഹബിൻ്റെ ഉലമാവും ഇജ്മാ ആണ്. അത് പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, പുതിയ നിയമമുണ്ട് അവിടെ, വളരെ സൂക്ഷിക്കണം. ഇവിടെ ഖുൽഉ ശറഇന്റെ നിയമം അനുസരിച്ച് ഖുൽഇന്റെ അധികാരം പുരുഷനാണ്. പക്ഷെ സ്ത്രീ എന്ത് ചെയ്യുന്നു? പണം കൊടുക്കുന്നു, ഇവള് കൊടുക്കുന്നു. ഇവള് കൊടുത്തുകൊണ്ട് അതിന് പകരം ഹാലഅതുകി അലാ അൻ തറുദ്ദി ലിയ അല്ലെങ്കിൽ അലയ്യ മഹ്റക്കി, നിന്റെ മഹർ എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ അത് നീ ഒഴിവാക്കി തരണം, അല്ലെങ്കിൽ നിന്റെ ഇന്ന തോട്ടം എനിക്ക് തരണം എന്നതിൻ്റെ പേരിൽ ഞാൻ നിന്നുമായി ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു. ഇങ്ങനെ പറയുന്നതിനാണ്. അപ്പോൾ അവൾ അത് ഉടനെ സ്വീകരിക്കുകയും ചെയ്താൽ അത് ഖുൽഉ ആയി. ഈ വിധത്തിലാണ് ഖുൽഉ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് തലാഖ്, അത് പൂർണ്ണമായും പുരുഷൻ്റെ കയ്യിലാണ്. എന്നാൽ പുരുഷന് അത് സ്ത്രീക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തഫ്വീള്, ഈ എൻ്റെ കാര്യം ഈ എൻ്റെ ഏറ്റെടുത്തോ, എനിക്ക് വേണമെങ്കിൽ ഈ നിന്നെ തലാഖ് ചെയ്തോ എന്ന് അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ പുരുഷൻ സ്ത്രീയോട് പറഞ്ഞു. ഉടനെ അവൾ അത് അങ്ങനെ നടത്തും ചെയ്ത, കിട്ടി, കയ്യിൽ കിട്ടിയല്ലോ, ഇനി നീട്ടി വെക്കണ്ടെന്ന് നിന്നാൽ ഞാൻ തലാഖ് ചൊല്ലി എന്ന നിലയ്ക്ക് സ്ത്രീ കണ്ട് പറഞ്ഞാൽ അത് സഹിയാവും. പക്ഷെ അധികാരം അടിസ്ഥാനപരമായി പുരുഷനാണ്. അത് അവളെ ഏൽപ്പിച്ചിട്ട് അവൾക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തത് ഫസ്ഖാണ്. ഫസ്ഖ് സ്ത്രീക്കുമുണ്ട് പുരുഷനുമുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വ്യാപകമായി എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കമുണ്ടാകുമ്പോഴത്തേക്ക് ഫസ്ഖ് അനുവദനീയമല്ല. ഒരു നിലക്കും ഈ നിക്കാഹ് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഉദ്റുകൾ, ഐബുകൾ
ഈ മനുഷ്യനിൽ ആണിലോ പെണ്ണിലോ ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ത്രീക്ക് കൊടുക്കേണ്ടുന്ന ചെലവ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവനിൽ നിന്ന് അത് പിടിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഫസ്ഖ് അനുവദനീയമായിട്ടുള്ളത്. ഈ ഫസ്ഖ് ഖാദി മുഖേനയാണ് നിർവഹിക്കേണ്ടത്. ഇത് രണ്ടും സാധ്യമല്ലാത്ത അവസ്ഥ വരുമ്പോൾ, അതിന് മുമ്പും ചെയ്യാം, സാധ്യമാണെങ്കിലും ചെയ്യാം, ഞാൻ അതിൻ്റെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന നിലക്ക് പറയാണ്. ഫസ്ഖ് പറ്റുന്നിടത്ത് ഖുൽഉ പറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മൂന്നാമത്തെ ഒരു അവസ്ഥയാണ്, വേർപിരിയാനുള്ള മൂന്നാമത്തെ ഒരു അവസ്ഥയാണ് ഖുൽഉ. ഖുൽഉ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് എന്തെങ്കിലും സാമ്പത്തികമായ മെച്ചമുണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിന് പകരം നടത്തുന്ന ഭർത്താവ് നടത്തുന്ന തലാഖിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഫുർഖത്തിൻ്റെ വേർപിരിയലിൻ്റെ പേരാണ് ഖുൽഉ. ഇങ്ങനെ 3 രൂപത്തിൽ ആണ് സാധാരണഗതിയിൽ നമ്മുടെ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് നിക്കാഹ് ബന്ധം വേർപിരിയാനുള്ള മാർഗങ്ങൾ. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിലൊക്കെ ഇതിനെ സംബന്ധിച്ച് ഒരു അവബോധമുണ്ടാക്കി നിലനിർത്തുകയും അല്ലാഹ് എന്നൊരു ബോധം നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുകയും ചെയ്താലല്ലാതെ, അല്ലെങ്കിലൊക്കെ ഓരോ ആവശ്യം വരുമ്പോൾ അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോകും. പരിശുദ്ധ ഖുർആനിലെ ഒരു മഹാത്ഭുതമായി എനിക്ക് പലപ്പോഴും തോന്നിയ ഒരു സംഗതിയാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തലാഖുമായി ബന്ധപ്പെട്ട വിഷയം ഏകദേശം 221 ആ ഭാഗത്തുനിന്ന് തുടങ്ങുന്നുണ്ട്. 221-ാമത്തെ ആയത്ത് വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുമിന്ന എന്നിങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധ ഖുർആനിൽ നിക്കാഹുമായും തലാഖുമായും മരണവുമായും അതിൻ്റെ ഇദ്ദയുമായും ഒക്കെ ബന്ധപ്പെട്ട വിഷയം 221-ാമത്തെ ആയത്ത് മുതൽ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് 242-ാമത്തെ ആയത്ത് വരെ അത് തന്നെയാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, 221-ാമത്തെ ആയത്ത് മുതൽ 242-ാമത്തെ ആയത്ത് വരെ ഏകദേശം 21 ആയത്ത് ഈ നിക്കാഹ്, തലാഖ്, ഇദ്ദ, മരണം, ഭർത്താവിൻ്റെ മരണം, ഇതൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ പറയാം. ഇതിലിടക്ക് 2 ആയത്ത് നിസ്കാരത്തെ പറ്റിയാ. അതാ രസം. ഞാൻ അങ്ങനെ ആലോചിക്കൂ പലപ്പോഴും, ഓതുന്ന കാലത്തും ഓതി കൊടുക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഇടയിൽ അല്ലാഹ് ഇതിങ്ങനെ കൂട്ടിച്ചേർത്തത് എന്തിനാണ്? ഇതിൻ്റെ ഇടയിൽ പറയാണ് ഹാഫിളു അലസ്സലവാത്തി 238-ാമത്തെ ആയത്ത്, നിസ്കാരം സൂക്ഷിക്കണം, നിസ്കാരത്തെ കൃത്യനിഷ്ഠയോടെ നിങ്ങൾ കൊണ്ടുപോകണം. വസ്സലാത്തുൽ വുസ്താ, സ്വലാത്തുൽ വുസ്തയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പല അർത്ഥവും അതിനുണ്ട്, അതല്ല നമ്മുടെ ഉദ്ദേശം. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, അള്ളാഹുവിൻ്റെ മുന്നിൽ ഭയഭക്തിയോടെ നിങ്ങൾ നിൽക്കണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നിസ്കരിക്കാനുള്ളതല്ല, ഭയഭക്തിയോടുകൂടെ നിൽക്കണം. ഫൈൻ ഖിഫ്തും, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ വന്നാൽ, ഭയപ്പാടുണ്ടായാൽ, ഫരിജാലൻ ഔ റുക്ബാനൻ, നടന്നിട്ടോ ഓടിയിട്ടോ ഒക്കെ നിസ്കരിക്കാം. സലാത്തുൽ ഖൗഫ് ഉണ്ടല്ലോ, എന്നാലും നിസ്കാരം ഒഴിവാക്കാൻ വകുപ്പില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, ഇതെന്താ പഠിച്ചവനെ ഈ തലാഖിൻ്റെ ഇടയിൽ ഒരു നിസ്കാരത്തിൻ്റെ മസല പറയാൻ കാരണം? അപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ മഹാന്മാരായ അയിമ്മത്ത് അത് വിശദീകരിക്കുന്നുണ്ട്. ഏത് ഘട്ടത്തിലും ഈ തലാഖ്, ഈ കുടുംബ പ്രശ്നം ഇങ്ങനെയൊക്കെ ഹമ്മായി കഴിഞ്ഞാൽ ഇത് മനുഷ്യനെ വല്ലാതെ ഹമ്മാക്കും. അതോടുകൂടെ എല്ലാം തകരും. സഹീഹായ ഹദീസിൽ കാണാം, ഇബ്ലീസ് അവൻ്റെ അർശിനെ കടലിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് ആളുകളെ ഫിത്നയാക്കാൻ വേണ്ടി തൻ്റെ സൈന്യത്തെ അയക്കും. എന്നിട്ട് ജനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ഫിത്നയുണ്ടാക്കി ഇബ്ലീസിൻ്റെ സൈന്യം തിരിച്ചു വരും. എന്നിട്ട് അവർ വാപ്പാട് വന്നിട്ട് പറയും, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഇന്ന മഹലിൽ ഇന്ന പ്രശ്നം ഉണ്ടാക്കി, ഇന്ന കുടുംബത്തിൽ ഇന്ന പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വലിയ വില വെക്കൂല. അതിലിടക്ക് ചിലർ വന്നിട്ട് പറയും, ഞങ്ങൾ ആ കുടുംബത്തിൽ പോയി ഛിദ്രതയുണ്ടാക്കി, അങ്ങനെ ഞങ്ങൾ അവനെ വിട്ടില്ല, ആ കുടുംബത്തിൻ്റെ ബന്ധം ഇല്ലാതെയാക്കി, അവസാനം തലാഖ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഈ മകനെ ഇബ്ലീസ് ഇങ്ങോട്ട് നെറ്റി ചുംബിക്കുന്ന അന്ത ഇയ്യാടാ മോന് എന്ന് പറഞ്ഞിട്ട്, നീയാണടാ മോന്. കാരണം ഏറ്റവും വലിയ ഫിത്നയാണ് കുടുംബം തകർക്കുക എന്നത്. ആ കുടുംബം തകർക്കുന്നതോടുകൂടെ ഈ മനുഷ്യൻ തകർന്നു, അവൻ്റെ മക്കൾ തകർന്നു, അവരൊക്കെ അന്യാധീനപ്പെട്ടു പോയി, അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഒരു തരത്തിലും സ്നേഹമില്ലാത്ത, പരസ്പര ബഹുമാനമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഈ കുടുംബത്തിൻ്റെ അന്തഛിദ്രത ഏറ്റവും സ്വാധീനമുണ്ടാക്കും. അതുകൊണ്ട് ഏറ്റവും വലിയ ഫിത്നയാണ്
ഈ തലാഖിലേക്ക് എത്തുന്ന ഫിത്ന എന്ന് പറയുന്നത്. ആ ഫിത്നയിൽ പോലും നിങ്ങൾ നിസ്കാരത്തെ മറന്നു പോകരുത് എന്ന സന്ദേശമാണ് അള്ളാഹു നൽകുന്നത്. മാത്രമല്ല, ഇമാം ബിഖാഇ തങ്ങൾ പറയുന്നുണ്ട്, ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒറ്റമൂലി അത് നിസ്കാരം അതിൻ്റെതായ രൂപത്തിൽ നിലനിർത്തലാണ്. അള്ളാഹ് എന്ന ബോധം നിലനിന്നെങ്കിൽ മാത്രമേ ആ നിലക്ക് പോയ അപകടമാണ്, ഈ നിലക്ക് പോയ അപകടമാണ് എന്ന ചിന്ത ഈ കുട്ടിയിലുണ്ടാകൂ, ഈ ഭാര്യയിലുണ്ടാകൂ, ഈ ഭർത്താവിലുണ്ടാകൂ. അല്ലെങ്കിൽ നിയമത്തിൻ്റെ പഴുതുപയോഗപ്പെടുത്തിക്കൊണ്ട് പലതും ചെയ്യാൻ അവർക്ക് ധൈര്യം വരും. എന്നാൽ ഇലാഹിയായ ബോധം, ആ കുനൂത്തോടുകൂടെയുള്ള നിസ്കാരം, കുനൂത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഭയഭക്തിയോടുകൂടെയുള്ള നിസ്കാരം, അള്ളാഹുവിൻ്റെ അളമത്തിനെ ഓർത്തുകൊണ്ടുള്ള നിസ്കാരം, ആ നിസ്കാരം കൃത്യമായി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇലാഹി സ്മരണ നമ്മുടെ കുടുംബത്തിൽ നിലനിർത്തുക എന്നാണ് അതിൻ്റെ താല്പര്യം. അത് നിലനിർത്തൽ കൊണ്ടല്ലാതെ ഇതിന്നു കൊണ്ടൊന്നും തന്നെ രക്ഷ നേടാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അളമത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ സർവാധിപത്യത്തെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ശരീഅത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഉത്ബോധിപ്പിക്കുകയും ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ഈ നിയമങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളെങ്കിലും നമ്മുടെ ഓരോ വ്യക്തികളും അറിയുന്ന ഒരു അവസ്ഥ ഓരോ ഭാര്യഭർത്താവും ഓരോ കുടുംബത്തിലെ നേതാക്കളും മാതാപിതാക്കളും ആങ്ങളാരും സഹോദരന്മാരും ഒക്കെ എന്ന് വെച്ചാൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രായത്തിലെത്തിയ എല്ലാവരും, നമ്മുടെ സംഘടനാ പ്രവർത്തകരും ഒക്കെ ഈ കാര്യത്തിൽ ഒരു അവബോധം അവർക്കുണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ അനാവശ്യമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ നാട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതോടൊപ്പം ഈ ക്ഷമയുടെയും സഹനത്തിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ആ മഹത്തായ ഉദാഹരണങ്ങൾ എപ്പോഴും ഹയ്യായി നമ്മുടെ ഹൃദയത്തിൽ ഉണർന്ന് ജീവസുറ്റതായി നിലനിർത്താനുള്ള കുടുംബ ക്ലാസ്സുകളുമൊക്കെ സജീവമാക്കിയാൽ ഇത്തരത്തിലുള്ള അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കുടുംബമായി ജീവിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ടവരായി ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.